ഇന്ത്യൻ ജനാധിപത്യവും ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളും വീണ്ടും ഒരു പോലീസ് രേഖയുടെ പേരിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ഗുജറാത്ത് പോലീസിന്റെ ആന്റി റാഡിക്കലൈസേഷൻ സെൽ പുറത്തുവിട്ട SOP ഇപ്പോൾ രാജ്യവ്യാപകമായി ഒരു വലിയ വിവാദത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. തീവ്രവാദവും തീവ്ര ചിന്താഗതികളും തടയാൻ എന്ന പേരിൽ ഇറക്കിയ ഈ പോലീസ് ഗൈഡ് ലൈൻ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തെ മാത്രമാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് ഒരു ജനവിഭാഗത്തെ യാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ഭരണകൂടം പോലീസിനെ ഒരു ആയുധമാക്കുകയാണ്. മനുഷ്യാവകാശ പ്രവർത്തക ഷബ്നം ഹാഷിമി അടക്കമുള്ളവർ പരസ്യമാക്കിയ ഈ രേഖയുടെ ഉള്ളടക്കം ഒന്ന് പരിശോധിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന ഗുജറാത്ത് പോലീസ് തയ്യാറാക്കിയ പട്ടികയിലെ സൂചനകളൊന്ന് നോക്കാം. അത് തികച്ചും കൗതുകകരമായ കാര്യമൊന്നുമല്ല, മറിച്ച് അങ്ങേയറ്റം അപകടകരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കിയാൽ, ഒരു വ്യക്തി പെട്ടെന്ന് താടി വളർത്താൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പെട്ടെന്ന് നിക്കാബ് ധരിക്കാൻ തുടങ്ങിയാൽ, സംസാരത്തിനിടയിൽ സാധാരണയായി ഉപയോഗിക്കാത്തതോ അല്ലാത്തതോ ആയ അറബി വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, ഇസ്ലാമിക ദൗത്യങ്ങൾ മുൻനിർത്തി പെട്ടെന്ന് ജോലിയോ മറ്റോ ഉപേക്ഷിക്കുന്നതും, പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും, പ്രത്യേകിച്ച് ഇഹ്തികാഫ് ഇരിക്കുന്നതും, മതനേതാക്കളെ സന്ദർശിക്കുക, അറബിക് കോളേജുകളോ മദ്രസകളോ സന്ദർശിക്കുക, ഗൾഫ് രാജ്യങ്ങളിലോ പാകിസ്ഥാനിലോ മറ്റു അയൽ രാജ്യങ്ങളിലോ ഉള്ള ബന്ധുക്കളുമായി അവരോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യുക, ഇത്തരത്തിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതും തീവ്രവാദ ലക്ഷ്യമായി പോലീസ് കണക്കാക്കുന്നു. ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന പൗരന്മാരുടെ പട്ടിക തയ്യാറാക്കാനും ജയിൽ അധികൃതരുമായി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുമായും ചേർന്ന് ഇവരെ കടുത്ത സർവൈലിംഗിന് വിധേയമാക്കാനുമാണ് SOP നിർദ്ദേശിക്കുന്നത്. UAPA, BNS തുടങ്ങിയ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ഇവരെ പൂട്ടാനും ഇതിൽ നിർദ്ദേശമുണ്ട്. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധി മണിപ്പൂരിലാണ്. അവിടെ അത്യാധുനിക മിലിറ്ററി ഗ്രേഡ് ആയുധങ്ങളും മോർട്ടറുകളും ഉപയോഗിച്ച് കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുകയും നൂറുകണക്കിന് ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുകയും ചെയ്ത കലാപകാരികളെ കണ്ടെത്താൻ ഗുജറാത്ത് പോലീസിന്റെ പക്കൽ എന്ത് SOP-യാണുള്ളത്? സംജോത എക്സ്പ്രസ് സ്ഫോടന കേസുകളിലും മഹാരാഷ്ട്രയിലെ സ്ഫോടന കേസുകളിലും പ്രതിക്കൂട്ടിലായ വലതുപക്ഷ തീവ്രവാദികളെയും കാവ്യവസ്ത്രം ധരിച്ച ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന സന്യാസിമാരെയും കണ്ടെത്താൻ എന്തുകൊണ്ട് ഇത്തരം മാനദണ്ഡങ്ങൾ ഉണ്ടാകുന്നില്ല? തീവ്രവാദം ഏത് മതത്തിൽപ്പെട്ടവർ ചെയ്താലും അത് കുറ്റകൃത്യം തന്നെയാണ്. അതിനെ അടിച്ചമർത്തുക തന്നെ വേണം. എന്നാൽ ഒരു സമുദായത്തിന്റെ ദൈനംദിന മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വസ്ത്രധാരണയെയും ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നത് ഭരണഘടന വിരുദ്ധമാണ്. ഇത് കേവലം ക്രമസമാധാന പരിപാലനമല്ല, കൃത്യമായ കമ്മ്യൂണൽ പ്രൊഫൈലിംഗ് ആണ്. ഈ ഡീറാഡിക്കലൈസേഷൻ ഡ്രൈവ് ഗുജറാത്തിൽ പെട്ടെന്നുണ്ടായ സംഭവമൊന്നുമല്ല. 2022 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നേരത്തെ കേരളത്തിൽ IAS റിക്രൂട്ട്മെന്റ് ശക്തമായ കാലത്ത് ഓപ്പറേഷൻ പിജിയൻ എന്ന പേരിൽ കമ്മ്യൂണിറ്റി നേതാക്കളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി കൗൺസിലിംഗിലൂടെ യുവാക്കളെ പിന്തിരിപ്പിക്കാൻ ശാസ്ത്രീയമായ രീതികൾ പോലീസ് അവലംബിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും UP-യുമെല്ലാം രഹസ്യമായ ഇന്റലിജൻസ് ഡ്രൈവുകളും നടന്നിട്ടുമുണ്ട്. എന്നാൽ ഗുജറാത്ത് പോലീസിന്റെ ഈ 1/4 നൂറ്റാണ്ടുകാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ പുതിയ ഔദ്യോഗിക രേഖകൾ ഭീതിജനകമാണ്. വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ പേരിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഡസൻ കണക്കിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജയിലിൽ കിടന്ന ചരിത്രമാണ് ഗുജറാത്തിനുള്ളത്. വർഷങ്ങളോളം ജയിലിലിട്ട് പീഡിപ്പിച്ച ശേഷം ഒടുവിൽ കോടതികൾ ഇവർക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ട എത്രയോ കാശ്മീരി മുസ്ലിം യുവാക്കളുടെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. ഗുജറാത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള വർഗീയ കലാപങ്ങളോ ഏറ്റുമുട്ടലുകളോ ഇല്ല. ശാന്തമായ അന്തരീക്ഷത്തിൽ ഭരണവിരുദ്ധ വികാരം മറികടക്കാനും വരാനിരിക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി വീണ്ടും ഒരു ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഡീപ് സ്റ്റേറ്റ് അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന സംശയം ശക്തമാണ്. ഇവിടെയാണ് ജനാധിപത്യം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഈ വിവാദ SOP കേവലം ഒരു പോലീസ് രേഖ മാത്രമല്ല, അത് ഭരണകൂടം പൗരന്മാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അദൃശ്യമായൊരു തടവറയാണ്. പരസ്പര വിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും ഇന്ത്യൻ സാമൂഹിക അവസ്ഥയിലേക്ക് സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും വിഷബീജങ്ങൾ വിതറുകയാണ് ഈ ഗൈഡ് ലൈനിലൂടെ ചെയ്യുന്നത്. തൊട്ടടുത്ത വീട്ടിൽ താടി വളർത്തുന്നവനും പ്രാർത്ഥനക്കായി പള്ളിയിലേക്ക് പോകുന്നവനും ഗൾഫിൽ നിന്ന് വിയർപ്പൊഴുക്കി മടങ്ങി വരുന്ന പ്രവാസിയും ഒടുവിൽ ഭരണകൂടത്തിന്റെ കണ്ണിൽ സംശയത്തിന്റെ നിഴലിലാകും. അയൽക്കാരൻ മറ്റൊരു അയൽക്കാരനെ ഒറ്റുകൊടുക്കുന്ന, ജനങ്ങളെ പരസ്പരം ചാരന്മാരാക്കുന്ന ഒരു വിഭജന സമൂഹത്തിലേക്കാണ് ഇത്തരം രേഖകൾ സൃഷ്ടിച്ചെടുക്കുന്നത്. പൗരന്റെ വസ്ത്രധാരണവും അവന്റെ ഭാഷയും ആചാരങ്ങളും ക്രിമിനൽവൽക്കരിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്.